നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങളായി സ്ത്രീ ശാക്തീകരണ രംഗത്ത് മികവുറ്റ പ്രവർത്തനം നടത്തുന്ന ആലങ്കോട് പഞ്ചായത്തിലെ ഒദ്ദലൂർ കുടുംബശ്രീയുടെ 27ാം വാർഷികം ഒദ്ദലൂർ GUP സ്കൂളിൽ നടന്നു. ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സുജിത സുനിൽ അധ്യക്ഷയായി. മുൻ ADS പ്രസിഡന്റ് തങ്കയെ ചടങ്ങിൽ ആദരിച്ചു. ഷഹന നാസർ, CK പ്രകാശൻ, അബ്ദുറഹ്മാൻ, നളിനി, ആസിയ ഇബ്രാഹിം, CDS പ്രസിഡന്റ് ഷെമീന ഉമ്മർ, വൈസ് പ്രസിഡന്റ് സുമിത്ര, നളിനി, അജിത, ബിന്ദു, ഗീത, ഷാജിദ, പ്രിയ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും നടന്നു. പൊതുവെ കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയ സ്ത്രീകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ കുറെ ആളുകൾ നല്ല രീതിയിൽ കൊണ്ടുപോകും. ചിലവര് അത് ഒരു ഫണ്ട് എടുക്കാൻ മാത്രം, ലോണെടുത്ത് കുറച്ച് പഠിക്കാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ സുരേഷ് പറഞ്ഞു, ഒരു വ്യക്തി 100 രൂപ തുടങ്ങി പിന്നെ വലിയ സംരംഭകയും കാര്യമാണ്. ഇതുപോലെ ഒരുപാട് അമ്മമാരെ കേസുമാരെ നിങ്ങൾക്ക് ഒരുപാട് കൈപ്പുണ്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള ഹോട്ടലുകളിൽ കയറുന്നെങ്കിൽ വീട്ടുഭക്ഷണം, വനിതാ കേന്ദ്രീകരണം, ഉച്ചത്തെ ഭക്ഷണമൊക്കെ നമുക്ക് തിന്നാൻ പറ്റുന്നത്. വനിതാ കേന്ദ്രീകരണം ചെയ്യുന്ന നല്ല സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ അതിന് പ്രത്യേക കൈപ്പുണ്യം. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്ങരംകുളം. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ മെറൈൻ മിറാക്കിൾസ് എക്സ്പോ മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മെറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.